നമസ്കാരം. ശബരിമലയിൽ വൻ ഭക്തജന പ്രവാഹം. വൃശ്ചിക പുലരിയിൽ സാധാരണ സാക്ഷ്യം വഹിക്കാത്ത അത്ര തിരക്കാണ് സന്നിധാനത്ത് കഴിഞ്ഞ ദിവസം കണ്ടത്. സ്വർണ്ണപ്പാളി വിവാദവും മുൻ ദേവസ്വം പ്രസിഡന്റ് കെ വാസു അടക്കമുള്ളവരുടെ അറസ്റ്റുമെല്ലാം വിശ്വാസികളെ ആവേശത്തിലാക്കുന്നുണ്ട്. സ്ത്രീ പ്രവേശന വിവാദക്കാലത്തിന് ശേഷം പലരും ശബരിമലയിലേക്ക് പോയിരുന്നില്ല. ഇത്തവണ അവരും സന്നിധാനത്ത് എത്തുന്നുണ്ട്. സ്ത്രീ പ്രവേശനത്തിന് കൂട്ടുനിന്ന അന്ന് ശബരിമലയിലെ പ്രധാന ഉത്തരവാദിത്തത്തിലുണ്ടായിരുന്ന പ്രധാനികളെല്ലാം അഴിക്കുള്ളിലാണ്. അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ആയിരുന്നു. സ്ത്രീ പ്രവേശന കാലത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറും മറ്റ് ബോർഡ് മെമ്പർമാരും അറസ്റ്റിലാകാനും സാധ്യതയുണ്ട്. സ്വർണ്ണക്കൊള്ളയിലാണ് ഈ അറസ്റ്റുകൾ. സന്നിധാനത്തെ മോഷണങ്ങൾ പുറത്തുവന്നത് പോലും അയ്യപ്പ വിശ്വാസികളെ ആവേശത്തിലാക്കിയിട്ടുണ്ട്. ശബരിമലയിൽ യുവതി പ്രവേശനം സാധ്യമാക്കിയത് ആംബുലൻസ് ഉപയോഗിച്ചായിരുന്നു. ദേവസ്വം ബോർഡിന്റെ ആംബുലൻസിനെ പമ്പയിലേക്ക് അയച്ചതിന് പിന്നിൽ അടക്കം ഗൂഢാലോചനയുണ്ടായിരുന്നു. ഡ്രൈവറോട് പോലും കാരണം പറഞ്ഞിരുന്നില്ല. പമ്പയിൽ പോയി കാത്തു നിൽക്കാനായിരുന്നു ഡ്രൈവർക്ക് നൽകിയ നിർദ്ദേശം. അവിടെ കാത്തുനിന്ന ആ വണ്ടിയിലേക്ക് കയറിയത് യുവതികളായിരുന്നു. ആ ആംബുലൻസ് പോലീസുമായി മഴക്കൂട്ടം കടന്ന് സന്നിധാനത്തിന് മുൻപുള്ള പോയിന്റിൽ നിന്നു. ബെയിലി പാലം വഴി അവരുടെ സ്ത്രീ പ്രവേശനം ഉറപ്പാക്കി. ഈ സംഭവം പോലീസിലെ ചില ഉന്നതർക്ക് പുറമെ അറിയാമായിരുന്ന 3 പേരാണ് അഴിക്കുള്ളിലുള്ളതെന്നാണ് നിഗമനം. ഇതിനൊപ്പം ഇതിന് പിന്നിൽ ചരട് വലിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ അച്ഛനടക്കം സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിസ്ഥാനത്തുണ്ട്. ഇതെല്ലാം ഭക്തരിൽ വിശ്വാസം കൂട്ടിയെന്നാണ് വിലയിരുത്തൽ. ഞായറാഴ്ച വൈകിട്ട് 5-ന് കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നതോടെയാണ് ഒരു തീർത്ഥാടന കാലത്ത് കൂടി തുടക്കമായത്. മേൽശാന്തി ശ്രീകോവിലിൽ നിന്നുള്ള ദീപമേന്തി 18ാം പടി ഇറങ്ങി ആഴി ജ്വലിപ്പിച്ചു. ഇരുമുടിക്കെട്ടുമായി പടവുകൾക്ക് താഴെ നിന്ന നിയുക്ത ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ അദ്ദേഹം സന്നിധാനത്തേക്ക് ആനയിച്ചു. തുടർന്ന് ഭക്തരെ പടി കയറാൻ അനുവദിച്ചു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് കൂടുതലായി എത്തിയത്. സന്ധ്യയോടെ നിയുക്ത മേൽശാന്തി പ്രസാദ് നമ്പൂതിരി അഭിഷേകം ചെയ്ത് അവരോധിക്കുന്ന ചടങ്ങുകൾ നടന്നു. മാളികപ്പുറം മേൽശാന്തിയായി മനു നമ്പൂതിരിയും അഭിഷിക്തനായി. തിങ്കളാഴ്ച പുതിയ മേൽശാന്തിമാരാണ് നട തുറന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ഘട്ടം ഘട്ടമായാണ് പമ്പയിൽ നടപ്പന്തലിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. ഇതിനായി കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. പുലർച്ചെ 3 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 3 മുതൽ രാത്രി 11 വരെയുമാണ് ദർശനം അനുവദിക്കുക. 27-നാണ് മണ്ഡലപൂജ. പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപമുള്ള സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ബുക്കിംഗ് വൈകിയത് ബഹളത്തിനും ഇടയാക്കി. ശനിയാഴ്ച മുതൽ തന്നെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് 100 കണക്കിന് ഭക്തർ പമ്പയിൽ എത്തിയിരുന്നു. ഇവർ ബുക്കിംഗിനായി കൗണ്ടറിന് മുന്നിൽ വരി നിന്നു. ഞായറാഴ്ച രാവിലെ കൂടുതൽ ഭക്തർ എത്തി. തിരക്ക് നിയന്ത്രണാതീതമായതോടെ ബഹളവും വാക്കേറ്റവുമായി. ചെറിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടായതോടെ കൗണ്ടറിന്റെ ചില്ല് തകർന്നു. ആ തിരക്ക് ഇപ്പോഴും തുടരുന്നു. ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വിരിവെക്കാൻ വിപുലമായ സൗകര്യങ്ങളാണ് പമ്പയിലും സന്നിധാനത്തും നടപ്പന്തലിലും ഒരുക്കിയിട്ടുള്ളത്. പമ്പാ തീരത്ത് 2 ഇടത്തായാണ് പന്തലുകൾ. ദർശനം കഴിഞ്ഞെത്തുന്ന ഭക്തർക്ക് നടപ്പന്തലിലും വിശ്രമിക്കാം. ഇവിടെ വിശ്രമിക്കാൻ പുൽപ്പായകൾ നൽകും. തിങ്കളാഴ്ചത്തെ വെർച്വൽ ക്യൂ ബുക്കിംഗ് 70,000 ആണ്. 20,000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗിന് അവസരം. എന്നാൽ വരുന്ന എല്ലാവർക്കും അനുവദിക്കേണ്ട അവസ്ഥയുണ്ട്.